ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിലെ യൂണിറ്റ് 11 ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ പാർട്ട് 3. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്അലവൻസ് അണ്ടർ ഇൻകം ടാക്സ്. എന്താണ് ഡിസ്അലവൻസ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് എക്സ്പെൻസസ് ഉണ്ടാവുകയും എന്നാൽ അത്തരത്തിലുള്ള എക്സ്പെൻസ് നമുക്ക് ഡിഡക്ഷൻ ലഭിക്കുന്നില്ല. അതൊന്നും ഡിഡക്ഷൻ്റെ ഭാഗമായിട്ട് വരികയോ അത് ഡിഡക്ഷൻ അലൗഡ് അല്ലാത്ത എക്സ്പെൻസുകളാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മൾ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള എക്സ്പെൻസുകളെ ഡിസ്അലവൻസ് ചെയ്യുകയും അതിനെന്ത് ചെയ്യും, നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നമ്മൾ ടാക്സബിൾ ഇൻകം അതിൽ നിന്ന് കണക്കാക്കുകയും ചെയ്യും. ഈ ഡിസ്അലവൻസ് ഇൻകത്തിൽ മെയിനായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് പേഴ്സണൽ എക്സ്പെൻസസും പെനാൽറ്റീസ്, ഫൈൻസ്, എക്സസീവ് പേയ്മെൻറ്റ്സ് ടു റിലേറ്റീവ്സ്, ഡൊണേഷൻ, എക്സെപ്റ്റ് സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള അല്ലാത്ത ഡൊണേഷൻസ്, അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇതൊക്കെയാണ് ഡിസ്അലവൻസ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ. അപ്പം സ്പെസിഫിക് ഡിസ്അലവൻസ് അണ്ടർ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന ചില സ്പെസിഫൈഡ് ഡിസ്അലവൻസ് എന്തൊക്കെയാണെന്നാണ്. ഇൻട്രസ്റ്റ്, റോയാലിറ്റി, ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ്. TDS മസ്റ്റ് ബി ഡിഡക്റ്റഡ്. നമുക്ക് TDS ലഭിക്കും എപ്പോഴാണ്? പേയ്മെൻറ്റ് ഈസ് ഫോർ ഇൻട്രസ്റ്റ്, റോയാലിറ്റി ഓർ ടെക്നിക്കൽ സർവീസസിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് TDS ലഭിക്കും. ദ എമൗണ്ട് ഈസ് ടാക്സബിൾ ഇഫ് ഇന്ത്യ ഫോർ ദ റെസിപ്പിയൻറ്റ്. അതുപോലെ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു നോൺ റെസിഡൻറ്റ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് TDS ലഭിക്കും. പക്ഷേ നമുക്ക് TDS ലഭിക്കാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇഫ് ദ TDS ഈസ് നോട്ട് ഡിഡക്റ്റഡ് ഓർ പെയ്ഡ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. നമ്മൾ ഡ്യൂ ഡേറ്റിൻ്റെ മുമ്പ് തന്നെ അത് പേ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഈ ഒരു എക്സ്പെൻസിന് ഡിസ്അലൗഡ് ആയിട്ട് കണക്കാക്കുകയും നമ്മൾക്കതൊന്ന് ഡിഡക്ഷൻ ലഭിക്കുകയും ചെയ്യില്ല. ഇനി ഡിഡക്റ്റ് പെയ്ഡ് ലേറ്റർ, പിന്നീട് നമ്മൾ ആ ഡിഡക്ഷൻ നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ ഇയറിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, എക്സ്പെൻസസ് അലൗഡായി കിട്ടുക. ഇനി പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് ടു റെസിഡൻറ്റ്. ഇഫ് TDS ഈസ് നോട്ട് ഡിഡക്റ്റഡ് ഓർ ഡെപ്പോസിറ്റ് ഓൺ ടൈം ഫോർ പേയ്മെൻറ്റ് ലൈക്ക് കമ്മീഷൻ, റെൻറ്റ്, റോയാലിറ്റി, നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ഡിഡക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിൻ്റെയൊക്കെ മുകളിലുള്ള പേയ്മെൻറ്റ്, കമ്മീഷൻ, റെൻറ്റ്, റോയാലിറ്റി എന്നിവൻ്റെ മുകളിലുള്ള പേയ്മെൻറ്റ് കറക്റ്റ് ടൈമിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ TDS ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ 30% ഓഫ് എമൗണ്ട്, അതിൻ്റെ മുകളിൽ 30% ഓഫ് ദ എമൗണ്ട് ഡിസ്അലൗഡ് ആയിട്ട് കണക്കാക്കപ്പെടും. നമ്മൾ പിന്നീട് അത് പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യും, ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. അടുത്ത TDS ഡിഫോൾട്ട് ഓൺ സാലറി ടു നോൺ റെസിഡൻറ്റിന് സാലറി കൊടുക്കുന്ന ഡിഫോൾട്ടായിട്ടുള്ള ഡിഫോൾട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നോൺ ഡിഡക്ഷൻ അലോഡ് ഇഫ് TDS ഈസ് നോട്ട് ഡിഡക്റ്റഡ്. TDS ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഡിഡക്ഷൻ ലഭ്യമല്ല. അതുപോലെ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ്, പെനാൽറ്റി, ഇൻട്രസ്റ്റ് ഇതൊന്നും ഡിഡക്റ്റബിൾ അല്ല. അത് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ആയിരുന്നു കണക്കാക്കുന്നില്ല. നോൺ മോണിറ്ററി പ്രിക്വസിറ്റ്സ് ഡിഡക്റ്റബിൾ അല്ല. സാലറി ഒരു ഇൻട്രസ്റ്റ് പെയ്ഡ് ടു പാർട്ട്നേഴ്സ്, അതും എന്തല്ല, നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അത് ഓതറൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ ലഭിക്കുകയില്ല. അതുപോലെ സാലറി ഓഫ് പാർട്ട്നേഴ്സ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എത്രത്തോളം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സാലറി ഓർ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ എൻ AOP ടു ഇറ്റ്സ് മെമ്പേഴ്സ്, അതും ഡിഡക്റ്റബിൾ അല്ല. എക്സസീവ് ഓർ അൺറീസണബിൾ പേയ്മെൻറ്റ് ടു റിലേറ്റീവ്സ്, ബന്ധുക്കൾക്ക് നമ്മൾ നൽകുന്ന എക്സസീവ് അൺറീസണബിൾ ആയിട്ട് പേയ്മെൻറ്റ്സ് ആണ്. അതെന്ത് ചെയ്യുന്നില്ല, എക്സസീവ് ആയിട്ടുള്ള ഈ പേയ്മെൻറ്റിൻ്റെ മുകളിൽ നമ്മൾക്ക് അസസിംഗ് ഓഫീസർ അത് എക്സസ് പേയ്മെൻ്റ് ആയിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അസസിംഗ് ഓഫീസർ നമ്മൾ നൽകിയിരിക്കുന്ന ഈ പേയ്മെൻറ്റ് റിലേറ്റീവ്സിനോ ഡയറക്ടേഴ്സിനോ നൽകുന്ന പേയ്മെൻറ്റ്സ് എക്സസീവായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അസസിംഗ് ഓഫീസർ അതിനെ ഡിസ്അലൗഡ് ആയിട്ട് കണക്കാക്കപ്പെടും. ഈ റിലേറ്റീവിൽ ആരൊക്കെ ഉൾപ്പെടും? സ്പോസസ്, സിബ്ലിങ്സ്, ലീനിയൽ അസെൻഡൻസ്, അതുപോലെ ഡിസെൻഡൻസ്. അതുപോലെ എന്താണ്, ഷെയർ ഹോൾഡേഴ്സ്, 20% ഓർ മോർ വോട്ടിംഗ് പവറുള്ള ഷെയർ ഹോൾഡേഴ്സിന്. പേയ്മെൻറ്റ് എക്സീഡിങ് 10,000 മുകളിൽ പേയ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനും ഡിസ്അലൗഡ് ആയിട്ടാണ് കണക്കാക്കുക. ചില എക്സെപ്ഷൻ, ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 35,000 ഒരു ട്രാൻസ്പോർട്ടിന് 35,000 ഒരു എക്സ്പെൻസ് വരികയാണ്. അപ്പോൾ 10,000 മുകളിലായിട്ട് അത് വന്നതുകൊണ്ട് തന്നെ അതിന് ഡിസ്അലൗഡ് ആയിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെൻസിൻ്റെ മുകളിൽ ഡിഡക്ഷൻ ലഭിക്കില്ല. എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഗവൺമെൻറ്റിൻ്റെ മുകളിൽ 10,000 മുകളിൽ വരുന്ന എക്സ്പെൻസുകൾക്ക് ഡിഡക്ഷൻ ലഭിക്കുന്ന ചില എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്? ഗവൺമെൻറ് പേ ചെയ്തത്, ബാങ്ക് സിസ്റ്റത്തിന് ചെക്ക്, ഡ്രാഫ്റ്റ് എന്നിവ, അതുപോലെ ഫാമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ഇൻ അഗ്രികൾച്ചർ ഓർ റൂറൽ ഇൻഡസ്ട്രീസിൻ്റെത്, ഹോസ്പിറ്റൽ ബിൽസ് ബിലോ 50,000, പേയ്മെൻറ്റ്സ് ഓൺ പബ്ലിക് ഹോളിഡേയ്സ്, ഇതൊക്കെ എന്താണ്, എക്സെപ്ഷൻസ് ആണ്. പ്രൊവിഷൻസ് ഫോർ ഗ്രാറ്റുറ്റി, ഓൺലി
ആക്ച്വൽ ഗ്രാറ്റുവിറ്റി പെയ്ഡ് ഇസ് ഡിഡക്റ്റബിൾ. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി പേ ചെയ്ത് മാത്രമേ ഡിഡക്റ്റബിൾ ആവുന്നുള്ളൂ. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ നോൺ റെക്കഗ്നൈസ്ഡ് ഫണ്ട് നോട്ട് അലൗഡ് ആസ് ഡിഡക്റ്റബിൾ അൺലെസ് റെക്കഗ്നൈസ് പ്രോവിഡൻറ്റ് ഗ്രാറ്റുവിറ്റി ഫണ്ട്. അതുപോലെ സർട്ടൻ ഡിഡക്ഷൻസ് അലൗഡ് ഓൺ ആക്ച്വൽ പേയ്മെൻറ്റ് ബേസിസ്. ആക്ച്വൽ പേയ്മെൻറ്റ് ബേസിസിൻ്റെ അണ്ടറിൽ ചില ഡിഡക്ഷൻസ് ലഭ്യമാണ്. അതെന്തൊക്കെയാണ്? ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് ഫീസ്, employers' contribution to provident or gratuity fund, bonus or commission to employees, interest on loans from the public institutions, interest on bank loans, payment to Indian Railway for railway assets if paid before due date of filing returns. നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിൻ്റെ ഡ്യൂ ഡേറ്റ് മുമ്പ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ ആ ഇയറിൽ തന്നെ ലഭ്യമാണ്. ഇനി ഡീംഡ് പ്രോഫിറ്റ് ചാർജബിൾ ടു ടാക്സ്. ഡീംഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഏൺ ചെയ്യാത്ത ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സബിൾ ആവുന്നത്. നമ്മൾ ആ മണി ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ എന്നാൽ കൂടെ അതെന്താകും, അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. ഡീംഡ് പ്രോഫിറ്റ് ഈസ് ഇൻകം. ഡീംഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻകം കൺസിഡേർഡ് ടാക്സബിൾ. ഇൻകം കൺസിഡേർഡ് ടാക്സബിൾ ഈവൻ ഇഫ് നോട്ട് ഏൺഡ് ട്രഡീഷണൽ. നമ്മൾ ട്രഡീഷണലി ആ ഒരു ഇൻകം ഏൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് നൽകേണ്ടതായിട്ട് വരും. അത് ഏതൊക്കെ കേസിലാണ്? റിക്കവേർഡ് ഡിഡക്ഷൻ. ഇഫ് എ ബിസിനസ് ക്ലെയിം an expense deduction and later recovers the amount is become taxable. ഇവിടെ പറഞ്ഞ് ബിസിനസ്സിൽ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടാവുകയും അത് പ്രീവിയസ് ഇയറിൽ അവർക്ക് ഡിഡക്ഷൻ നൽകുകയും ചെയ്തു. പിന്നീട് ആ വന്നിരിക്കുന്ന എക്സ്പെൻസിൻ്റെ മുകളിൽ ആ ബിസിനസ് റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളമാണോ അവർ എമൗണ്ട് ഡിഡക്ഷൻ ലഭിച്ചിരിക്കുന്നത് അതെന്ത് ചെയ്യണം? തിരിച്ച് അതിൻ്റെ മുകളിൽ അവർ ടാക്സബിൾ ആയിരിക്കും. ഇനി ഈ ബിസിനസ് എക്സിസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിലും ആ ബിസിനസ് ക്ലോസ് ചെയ്ത് പോവുകയോ മെർജ് ചെയ്ത് പോവുകയോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും ടാക്സ് നൽകേണ്ടതായിട്ട് വരും. സെയിൽസ് ഓഫ് സയൻറ്റിഫിക് റിസർച്ച് അസറ്റ്സ്. നമ്മൾ സയൻറ്റിഫിക് റിസർച്ചിന് വാങ്ങിയിട്ടുള്ള അസറ്റ്സ് വിൽക്കുകയാണ്. അപ്പം അതിൽ ഏതാണോ സെയിൽസ് പ്രൈസ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ആണോ ഏതാണോ ലോവർ പ്രൈസ് അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സബിൾ ആണ്. റിക്കവറി ഓഫ് ബാഡ് ഡെപ്റ്റ്സ്. നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്ത് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ബാഡ് ഡെപ്റ്റ് ലേറ്റർ പിന്നീട് അത് നമ്മൾക്ക് തിരിച്ച് ലഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഡിഡക്ഷൻ ലഭിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതും ടാക്സബിൾ ആണ്. വിഡ്രോൾ ഫ്രം സ്പെഷ്യൽ റിസർവ്സ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിഡ്രോസ് ഫണ്ട് ഫ്രം സ്പെഷ്യൽ റിസർവ്, ദ എമൗണ്ട് ഈസ് ടാക്സബിൾ. ഇൻകം ആഫ്റ്റർ ബിസിനസ് ക്ലോഷർ. എനി ഇൻകം റിസീവ്ഡ് ആഫ്റ്റർ ബിസിനസ് ഡിസ്കണ്ടിന്യൂഷൻ ഈസ് ടാക്സബിൾ. നമ്മൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമ്മൾക്ക് എന്തെങ്കിലും ഇൻകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും ടാക്സബിൾ ആണ്. അടുത്ത മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ബിക്കം കമ്പൽസറി. ആർക്കൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിർബന്ധമായിട്ടുള്ളത്? ഫോർ സ്പെസിഫൈഡ് പ്രൊഫഷൻസ് ആയിട്ടുള്ള ലോയേഴ്സ്, ഡോക്ടേഴ്സ്, അക്കൗണ്ടൻസ് എന്നീ പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണം? അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഫോർ നോൺ സ്പെസിഫിക് പ്രൊഫഷൻ നോൺ സ്പെസിഫിക് പ്രൊഫഷനുള്ളവരും എന്ത് ചെയ്യണം? ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബിസിനസ് മസ്റ്റ് മെയിൻറ്റെയിൻ ബുക്സ് ഇഫ് എന്തൊക്കെ? ഇൻകം എക്സീഡ് 1,20,000 ഓർ ടോട്ടൽ സെയിൽ എക്സീഡ് 10 lakh. ഇൻകം ഒന്നില്ലെങ്കിൽ 1,20,000 മുകളിൽ വരികയും അല്ലാന്നുണ്ടെങ്കിൽ 3 yearsലുള്ളവരെ സെയിൽസ് 10 ലക്ഷത്തിന് മുകളിൽ വരികയാണ് തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ഇൻഡിവിജ്വലും HUF എന്ന് പറഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി, അവരുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 2,50,000. ഇൻകം 2,50,000, ടേൺ ഓവർ 25 ലക്ഷമാണ്. ഇഫ് പ്രോഫിറ്റ്സ് ആർ ഡിറ്റർമൈൻഡ് അണ്ടർ സെക്ഷൻ ആൻഡ് ലോവർ ദാൻ ഡീംഡ് പ്രോഫിറ്റ്. അടുത്ത നമ്മൾ ഈ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ പെനാൾട്ടി നൽകേണ്ടതായിട്ട് വരും, 25,000 രൂപ വരെ. കമ്പൽസറി ഓഡിറ്റ് അക്കൗണ്ട്സ്. ആരാണ് കമ്പൽസറി ഓഡിറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ നിർബന്ധിതമാകുന്ന ആർക്കൊക്കെയാണ്? ബിസിനസ് ചെയ്ത് ടേൺ ഓവർ എക്സീഡിങ് 2 crore, 2 crore മുകളിൽ ടേൺ ഓവറുള്ള ബിസിനസ്സുകൾ, 15 lakh മുകളിൽ വരുന്ന പ്രൊഫഷൻസ്. അതുപോലെ ഇഫ് പ്രോഫിറ്റ് ആർ ലോവർ ദാൻ ഡീംഡ് പ്രോഫിറ്റിനേക്കാൾ കുറവാണ് പ്രോഫിറ്റ് എങ്കിൽ അവരും. അതുപോലെ ഓഡിറ്റ് റിപ്പോർട്ട് മസ്റ്റ് ബി സബ്മിറ്റഡ് ബിഫോർ ഫയലിംഗ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എസ്റ്റിമേറ്റഡ് ഇൻകം മെത്തേഡ് ഫോർ ബിസിനസ് ഇൻകം. സ്മോൾ ബിസിനസ്സിലാണെങ്കിൽ എന്ന് പറയുമ്പം ബിസിനസ് ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ്. സ്മോൾ ബിസിനസ്സിൽ അതിൽ അപ്ലിക്കബിൾ ആവുന്നത് ആർക്കൊക്കെയാണ്? ഇൻഡിവിജ്വലിനും അതുപോലെ HUF അഥവാ
ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ആൻഡ് പാർട്ട്ണർഷിപ്പ് എക്സ്ക്ലൂഡിങ്, ഈ പാർട്ട്ണർഷിപ്പിൽ LLP വരില്ല, അവർക്കൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ ആവുന്നത്. ടേൺ ഓവർ ഗ്രോസ് റെസിപ്റ്റ് ലിമിറ്റ് അപ് ടു 2 crore വരെയുള്ള ടേൺ ഓവർ ഉള്ളവർ. ഡീംഡ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ എങ്ങനെയാണ്? 8% ഓഫ് ടോട്ടൽ ടേൺ ഓവറിൻ്റെ 8% ഫോർ ക്യാഷ് ട്രാൻസാക്ഷൻ, 6% ഓഫ് ടോട്ടൽ ടേൺ ഓവർ ഫോർ ഡിജിറ്റൽ പേയ്മെൻറ്റ്. നോ നീഡ് ടു മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, നോ ടാക്സ് ഓഡിറ്റ് റിക്വയർഡ്. ഇത്രയും പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ അണ്ടറിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ട? ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ഓഡിറ്റ് ആവശ്യവുമില്ല. ഇനി ഫോർ പ്രൊഫഷണൽസ്, സ്പെസിഫൈഡ് പ്രൊഫഷണലായിട്ട് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ആർക്കിടെക്റ്റ്, CA എന്നീ പ്രൊഫഷണൽസ് ആണെങ്കിൽ അപ് ടു 15 lakh അവരുടെ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസിപ്റ്റ് ലിമിറ്റ്. 50% ഓഫ് ഗ്രോസ് റെസിപ്റ്റ് ഈസ് ഡീംഡ് ആസ് ടാക്സേഷൻ ഇൻകം. അതിൻ്റെ 50% ഓഫ് ഗ്രോസ് റെസിപ്റ്റ് എന്താണ്? ടാക്സബിൾ ഇൻകം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നോ ഫർദർ ഡിഡക്ഷൻ അലൗഡ്. അധികം ഫർദർ ഡിഡക്ഷൻസ് ഒന്നും അലൗഡ് അല്ല. അക്സെപ്റ്റ് പാർട്ട്നേഴ്സ് സാലറി ഓർ ഇൻട്രസ്റ്റ്. നോ നീഡ് ടു മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്. എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് ഓഡിറ്റിൻ്റെയും ആവശ്യമില്ല. അടുത്തത് ട്രാൻസ്പോർട്ട് ബിസിനസ് ആണെങ്കിൽ എനി പേഴ്സൺ അപ്ലിക്കബിൾ ആകുന്ന ആർക്കൊക്കെയാണ്? ഇനി ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF, കമ്പനി ഓണിങ് അപ് ടു 10 goods vehicles, ഇവർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ളത് അപ്ലിക്കബിൾ ആണ്. നോ ടേൺ ഓവർ ലിമിറ്റ് ഇവിടെ പറയുന്നില്ല. ഹെവി വെഹിക്കിൾ 12 മെറിറ്റ് ടൺസ്, 1000 per ton per month. അതർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ 7500 per vehicle per month. ഈ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് ബിസിനസ് ആണെങ്കിൽ നോ നീഡ് ടു മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്, നോ ടാക്സ് ഓഡിറ്റ് റിക്വയർഡ്. അടുത്ത കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. ബിസിനസ്സിൻ്റെ പ്രൊഫഷൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. കാൽക്കുലേറ്റിംഗ് ഫോർമുല എന്ന് പറയുന്നത് ബാലൻസ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസിൻ്റെ മുകളിൽ നമ്മൾ എക്സ്പെൻസസ് എന്ത് ചെയ്യണം? നോട്ട് അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. പേഴ്സണൽ എക്സ്പെൻസസ്, അതിൽ വരുന്ന പേഴ്സണൽ എക്സ്പെൻസ്, ക്യാപിറ്റൽ എക്സ്പെൻസ്, ഇൻകം ടാക്സ്, ഫൈൻ, പെനാൽറ്റീസ്. ആഡ് ചെയ്യേണ്ട എന്തൊക്കെയാണ്? ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ടു PNL അക്കൗണ്ട്. PNL അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടില്ലാത്ത ഇൻകംസ് അഥവാ റെൻറ്റ്, അഗ്രികൾച്ചർ റെസിപ്റ്റ്സ്, റിക്കവേർഡ് ഡെപ്റ്റ്സ്, ഇവയൊക്കെ. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം നമ്മൾക്ക് ലഭിക്കും. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രൊഫഷണൽ ഇൻകം എങ്ങനെ കാണാം? ഫോർ ഡോക്ടേഴ്സ്, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അവരുടെ പ്രൊഫഷണൽ ഇൻകം കാണുന്നതിനുള്ള കാൽക്കുലേഷൻ എങ്ങനെയാണ്? കൺസൾട്ടേഷൻ ഫീ, പ്രൊഫഷണൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കൺസൾട്ടേഷൻ ഫീസ്, വിസിറ്റിംഗ് ഫീസ്, എക്സാമിനേഴ്സ് ഫീസ്, മെഡിസിൻ സെയിൽസ്, ഇതൊക്കെയാണ് പ്രൊഫഷണൽ റെസിപ്റ്റ്സ്. അതിൻ്റെ കൂടെ ഡിസ്പെൻസറി എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്യുക, അഥവാ റെൻറ്റ്, ലൈറ്റിനിങ്, സ്റ്റാഫ് സാലറി, മെഡിസിൻസ്, ഡിപ്രിസിയേഷൻ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുക? ഡിറ്റക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? നെറ്റ് പ്രൊഫഷണൽ ഇൻകം ലഭിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൻ്റെ ഫോർമാറ്റും ടെക്സ്റ്റിലുള്ളതാണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെൻസസ് ഒക്കെ ഇതൊക്കെയാണ്. ടു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എഴുതുക. ബൈ ഇൻകം ഇതാണ് വരിക. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ടു കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം. അഡ്ജസ്റ്റ്മെൻറ്റ് കാണുന്നത് എങ്ങനെയാണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം, ടാക്സബിൾ ബിസിനസ് ഇൻകം, നെറ്റ് പ്രോഫിറ്റ് പെർ PNL അക്കൗണ്ട്, ആഡ് ഇൻ അഡ്മിസിബിൾ എക്സ്പെൻസസ്, ഈ പേഴ്സണൽ എക്സ്പെൻസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇൻകം ടാക്സ്, ഫൈൻ, പെനാൽറ്റീസ്, ഇതൊക്കെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ലെസ് ഇൻകം നോട്ട് ക്രെഡിറ്റഡ് ടു PNL, അഗ്രികൾച്ചറൽ ഇൻകം, എക്സംപ്റ്റഡ് ഇൻകം, അതർ നോൺ ബിസിനസ് റെസിപ്റ്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അപ്പം നമ്മൾക്ക് എന്ത് കിട്ടും? ടാക്സബിൾ ബിസിനസ് ഇൻകം ലഭിക്കും. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രൊഫഷണൽ ഇൻകം കാണുന്നത് എങ്ങനെയാണ്? പ്രൊഫഷണൽ റെസിപ്റ്റ്സ് നമ്മൾ കണ്ടെത്തുക. പ്രൊഫഷണൽ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്? കൺസൾട്ടേഷൻ ഫീ, വിസിറ്റിംഗ് ഫീ, എക്സാമിനേഷൻ ഫീ, സെയിൽസ്, മെഡിസിൻസ്, അതൊക്കെ കൊടുത്തിട്ട് അതൊന്ന് ലെസ് പ്രൊഫഷണൽ എക്സ്പെൻസ് ആയിട്ട് റെൻറ്റ്, ക്ലിനിക്ക്, സ്റ്റാഫ് സാലറീസ്, കോസ്റ്റ്, മെഡിസിൻ, ഡിപ്രീസിയേഷൻ, എക്യുപ്മെൻറ്റ്, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാക്സബിൾ പ്രൊഫഷണൽ ഇൻകം ലഭിക്കും. കമ്പ്യൂട്ടേഷൻ അണ്ടർ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഫോർ സ്മോൾ ബിസിനസ്. നമ്മൾ മുകളിൽ പറഞ്ഞ സ്മോൾ ബിസിനസ്സിൻ്റെ എങ്ങനെയാണ് നമ്മൾ സ്മോൾ ബിസിനസ്സിൻ്റെ എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്നാണ്. കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ്? ടോട്ടൽ ടേൺ ഓവറിൻ്റെ കൂടെ ഡീംഡ് ഇൻകം 80% ഓഫ് ടേൺ ഓവർ കാണുക. ഇനി പ്രൊഫഷണൽസ് ആണ് ഗ്രോസ് റെസിപ്റ്റിൻ്റെ കൂടെ ഡീംഡ് ഇൻകം 50% ഓഫ് റെസിപ്റ്റ്സ്.
ഫോർ ട്രാൻസ്പോർട്ട് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് വെഹിക്കിൾ ഓൺഡ്, ഇൻകം പെർ വെഹിക്കിൾ, ടോട്ടൽ ഡീംഡ് ഇൻകം. ഇത് ഈ ടേബിൾ പ്രകാരമുള്ള കാൽക്കുലേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ് ഇൻകം. ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാലോ. ബിസിനസ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം വാരിയസ് സോഴ്സ്, പ്രൈമർലി ഫ്രം ഓപ്പറേഷൻ ഓഫ് ബിസിനസ്സും ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻകമാണ് ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്. ദ ടാക്സബിൾ ഇൻകം ഇസ് കമ്പ്യൂട്ടഡ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് എക്സ്പെൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും ഡിസലൗഡ് എക്സ്പെൻഡിച്ചേഴ്സ് ആഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ടാക്സബിൾ ഇൻകം നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. അതിൽ കീ കോമ്പോണൻറ്റ്സ് അറിയാം നമുക്ക്. ഗ്രോസ് പ്രോഫിറ്റ്, റവന്യൂ ഫ്രം സെയിൽ ഓർ സർവീസസ്, അതർ ബിസിനസ് റെസിപ്റ്റ്സ് ആയിട്ടുള്ള കമ്മീഷൻ, ബ്രോക്കേജ്, ഡിസ്കൗണ്ട്സ് എക്സെട്ര, ഡിഡക്ഷൻ ആൻഡ് അലവൻസ് ആസ് പെർ ടാക്സ് ലോസ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് സർട്ടൻ എക്സ്പെൻസസ് മേ ഡിസലൗഡ്, എക്സാമ്പിൾ പേഴ്സണൽ എക്സ്പെൻസ് ആൻഡ് പെനാൽറ്റീസ് ഒക്കെ നമ്മൾ ഡിസലോ ചെയ്യും. ഡിപ്രീസിയേഷൻ, ഡൊണേഷൻ, ഇൻട്രസ്റ്റ്, ലോൺസ് അതൊക്കെ നമ്മൾ ടാക്സ് റൂൾ പ്രകാരം അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ബിസിനസ് ഇൻകം. ബിസിനസ് ഇൻകത്തിൽ എങ്ങനെയാണ് ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്? കോമൺ അഡ്ജസ്റ്റ്മെൻറ്റ്, അലോവബിൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ആസ് പെർ ഇൻകം ടാക്സ് റൂളിൽ ബിസിനസ് എക്സ്പെൻസ്, റെൻറ്റ്, സാലറി, ഡിപ്രീസിയേഷൻ, ലീഗൽ എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ഓൺ ബിസിനസ് ലോൺ, ഡിപ്രീസിയേഷൻ ആസെറ്റ് യൂസ്ഡ് ഫോർ ബിസിനസ്, പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ. ഇതൊക്കെയാണ് അലോവബിൾ ഡിഡക്ഷൻ. നമ്മൾ ബിസിനസ് ഇൻകത്തിൽ അലോവബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ ഇതൊക്കെയാണ്. ഇനി ഡിസലോവബിൾ എക്സ്പെൻസ് എന്തൊക്കെയാണ്? ഡിഡക്ഷൻ ലഭിക്കാത്ത എക്സ്പെൻസ് എന്തൊക്കെയാണ്? പെനാൽറ്റീസ് ആൻഡ് ഫൈൻസ്, പേഴ്സണൽ എക്സ്പെൻസസ്, അതുപോലെ ഡൊണേഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എക്സസീവ് പേയ്മെൻറ്റ്. നമ്മൾ നേരത്തെ മുകളിൽ ഇവിടെ പറഞ്ഞു സ്പെസിഫിക് ഡിസലവൻസ് എന്തൊക്കെയാണെന്നാണ്. ഇനി ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കാണണം. ബിസിനസ് ഇൻകം കാണുന്ന സമയത്ത് ഡിസലവൻസ് എക്സ്പെൻസസ് കണക്കാക്കണം. അതിനുശേഷം ഡിപ്രീസിയേഷൻ നോട്ട് അലൗഡ് ആസ് പെർ ഇൻകം ടാക്സ് റൂൾ പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ. എനി അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലൈംഡ് ഇൻ അക്കൗണ്ട് മസ്റ്റ് ബി വെരിഫൈഡ് ഫോർ ദ ടാക്സ് കംപ്ലയിൻസ്. ഇൻട്രസ്റ്റ് ആൻഡ് ലോൺ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ടേക്കൺ ഫോർ ബിസിനസ് ഇസ് ഡിഡക്റ്റബിൾ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ യൂസ്ഡ് ഫോർ പേഴ്സണൽ എക്സ്പെൻസസ് ഡിസലൗഡ്. ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ലോൺസ് ആണെന്നുണ്ടെങ്കിൽ ലോണിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഡിഡക്റ്റബിൾ ആണ്. എന്നാൽ പേഴ്സണൽ എക്സ്പെൻസ് അതിന് വേണ്ടിയുള്ള എടുത്തിട്ടുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് ഡിസലൗഡ് ആണ്. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ബിസിനസ് ഇൻകം. എങ്ങനെയാണ് ടാക്സബിൾ ബിസിനസ് ഇൻകം കാണുന്നത്? സ്റ്റെപ്പ് കമ്പ്യൂട്ട് ബിസിനസ് ഇൻകം ഫോർ ടാക്സ് അസസ്മെൻറ്റ്. സ്റ്റാർട്ട് വിത്ത് നെറ്റ് പ്രോഫിറ്റ് ഫ്രം P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ഡിസലൗഡ് എക്സ്പെൻസ്. ഡിസലൗഡ് ആയിട്ടുള്ള നമുക്ക് ഡിഡക്ഷൻ ലഭിക്കാത്ത എക്സ്പെൻസസുകളൊക്കെ ആഡ് ചെയ്യുക. പേഴ്സണൽ എക്സ്പെൻസ്, ഡൊണേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പെനാൽറ്റീസ്, ഫൈൻസ്, നോൺ ബിസിനസ് റിലേറ്റഡ് ബിസിനസ് ഇതൊക്കെ ആഡ് ചെയ്യുക. ഇൻ അലോവബിൾ ഡിഡക്ഷൻ എന്ത് ചെയ്യണം? നമ്മളിതൊന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് അലോവബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ. ഇൻ ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിയർ ഇയർ ട്രാൻസാക്ഷൻ. എനി ഇൻകം ഫ്രം പ്രീവിയസ് ഇയർ നോട്ട് റെക്കോർഡ് ഇൻ P&L ഈസ് ആഡഡ്. നമ്മൾ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻകം നമ്മൾ P&L അക്കൗണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും എക്സ്പെൻസസ് പ്രീവിയസ് ഇയർ നമ്മൾക്ക് എക്സ്പെൻസ് ഡിഡക്ഷൻ ലഭിച്ചിട്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടുന്ന് ഈ എമൗണ്ടിൻ്റെ കൂടെ ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എന്ത് ലഭിക്കും? ബിസിനസ് ഇൻകം ടാക്സ് ബിസിനസ് ഇൻകം ഫോർ ടാക്സ് അസസ്മെൻറ്റിൻ്റെ കമ്പ്യൂട്ടേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ എമൗണ്ട് ഇവിടെ കിട്ടും. അടുത്ത കമ്പ്യൂട്ടേഷൻ ഫോർ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക? സോഴ്സ് ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഫസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ മൂന്ന് പാഠങ്ങളായിട്ട് നമ്മൾ പഠിച്ചതൊക്കെ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം റെൻറ്റ് റിസീവ്ഡ് ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ഇനി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഫ്രം P&L അക്കൗണ്ട് എടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് ആഡ് ഡിസലവൻസ് എക്സ്പെൻസ് ലെസ് അലോവബിൾ ഡിഡക്ഷൻ. ഡിസലവൻസ് എക്സ്പെൻസ് ആഡ് ചെയ്യും ലെസ് അലോവബിൾ എക്സ്പെൻസസ് ഡിഡക്ഷൻസ് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. ഇൻകം ഫ്രം ക്യാപിറ്റൽ ആൻഡ് ഗെയിൻ ആണെങ്കിൽ സെയിൽ ഓഫ് അസറ്റിൻ്റെ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗെയിൻ ഉണ്ട്. അപ്പം അത് കണക്കാക്കുക. ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻട്രസ്റ്റ് ഫ്രം
സെക്യൂരിറ്റീസ്, ഡിവിഡൻസ്, റെൻ്റൽ ഇൻകം ഫ്രം അസറ്റ്സ് ഓർ അതർ ദാൻ ഹൗസ് പ്രോപ്പർട്ടി, ഗിഫ്റ്റ്, ലോട്ടറി വിന്നിങ്സ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് നമ്മൾ കണക്കാക്കപ്പെടേണ്ട അതിൽ ഇൻക്ലൂഡ് ആവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫൈനൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം എങ്ങനെയാണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ് പ്ലസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പ്ലസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇത് മൂന്നും ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുക, അപ്പം നമ്മൾക്ക് ടാക്സബിൾ ഇൻകം ലഭിക്കും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ ടെക്സ്റ്റിനകത്തുള്ള ഇല്ലുസ്ട്രേഷൻ 7 നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ ആനുവൽ റെൻറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 11,250 രൂപയും നമ്മളതിന് മുനിസിപ്പൽ ടാക്സ് കൊടുത്തിട്ടുണ്ട് 1,300. അത് 11,250 രൂപയിൽ നമ്മളത് കുറക്കണം. ലെസ് മുനിസിപ്പൽ ടാക്സസ് 1,300. നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 9,950 ആണ്. ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഡിഡക്ഷൻ വരുന്നത് എത്രയാണ്? 2,985 രൂപ. അപ്പം നമ്മൾ ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്? ടോട്ടൽ ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് ലഭിക്കും 6,965 കിട്ടും. ഇനി നമ്മൾ കാണേണ്ടത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. പ്രൊഫഷണൽ റെസീപ്റ്റ്സ് എത്രയാണ്? 25,70,000 ആണ്. സാലറി എത്രയാണ്? 50,07,000 ആണ്. റെൻറ്റ് ഓഫ് ചേംബർ 3,42,250 ആണ്. ഓഡിറ്റ് ഫീ 11,500 ആണ്. ടെലിഫോൺ എക്സ്പെൻസസ് 25,500 ആണ്. മോട്ടോർ കാർ എക്സ്പെൻസസ് 1/4 കാണണം. എത്രയാണ്? 3,375 ആണ്. ഡിപ്രീസിയേഷൻ ഓൺ കാർ ഉള്ളത് 6,469. അപ്പം ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ടാക്സബിൾ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 6,46,531 ആണ് ടാക്സബിൾ ബിസിനസ് ഇൻകം. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സസ്, നമ്മൾക്ക് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഇല്ല. ഡിവിഡൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് പിന്നെ വരുന്നത് ഹോഴ്സ് റേസ് ഇൻകം ഉണ്ട്. അപ്പം അതെന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പം നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 6,59,496 ആണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്.